നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മെക്സിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചും കുടിയേറ്റക്കാരെ ചവിട്ടിപ്പുറത്താക്കിയും ട്രാൻസ്ജെൻഡേഴ്സിനെ നിരാകരിച്ചും പനാമ കനാലിനെ തിരിച്ചെടുക്കുമെന്ന് പ്രഖ്യാപിച്ചും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കളം നിറയുമ്പോൾ വിറളി പിടിക്കുന്നത് ഇറാന്. കുടിയേറ്റക്കാരോട് പോലും കരുണ കാണിക്കാത്ത ഡൊണാൾഡ് ട്രംപ് ഭീകരരെ വെച്ചേക്കില്ല എന്ന് ഇറാന് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതായത് കഴിഞ്ഞ ഒരു വർഷം എന്തൊക്കെയാണ് ഇറാൻ കാണിച്ചു കൂട്ടിയത്. ജോ ബൈഡന് പകരം അന്ന് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു പ്രസിഡന്റ് കസേരയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ടെഹ്റാൻ നിന്ന് കത്തുമായിരുന്നു. തെരഞ്ഞെടുപ്പ് വേളയിൽ പല വേദികളിലും പ്രത്യക്ഷപ്പെട്ട ഡൊണാൾഡ് ട്രംപ് അന്ന് പ്രഖ്യാപിച്ചിരുന്നത് എന്താണ്? US പൗരന്മാരുടെ നേരെയാണ് ഭീകരർ കൈവച്ചിരിക്കുന്നത്, അവരെയാണ് തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. അമേരിക്കൻ പൗരന്മാരെ സുരക്ഷിതരായി ഞാൻ തിരികെ എത്തിക്കും. അത്ര വലിയൊരു പ്രഖ്യാപനമാണ് അന്ന് ട്രംപ് നടത്തിയത്. അന്ന് തന്നെ ഇറാന് കുറിവെച്ചതാണ്. അതായത് ഇസ്രയേലിൽ ഹമാസ് നുഴഞ്ഞു കയറി ആക്രമണം നടത്തുകയും പിന്നീട് പൗരന്മാരെ പിടിച്ചുകൊണ്ടു പോകുകയും ചെയ്തപ്പോൾ നിരവധി US പൗരന്മാർ ബന്ദികളാക്കപ്പെട്ടിരുന്നു. ഇത് മാത്രമല്ല, US പൗരന്മാർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഒരു പക അത് ട്രംപിൻ്റെ ഉള്ളിൽ കിടന്ന് കത്തുന്നുണ്ട്. അതിനുള്ള മറുപടി ഉടൻ ഉണ്ടാകും എന്നുള്ള ഭയത്തിലാണ് ഇപ്പോൾ ഇറാൻ കഴിഞ്ഞുകൂടുന്നത്. ഇതുമാത്രമല്ല, ഇറാൻ യുദ്ധവേളയിൽ പല ആവർത്തി ഇറാനിലെ ചില മന്ത്രിമാരിൽ നിന്ന് ചില പ്രഖ്യാപനങ്ങൾ പുറത്തു വന്നിരുന്നു. അതായത് ആണവായുധം പ്രയോഗിക്കാൻ ഞങ്ങൾക്ക് ഒരാഴ്ച മതി എന്ന് ഇസ്രയേലിനെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞത്. അതായത് ഇറാൻ തന്നെ പ്രഖ്യാപിക്കുകയായിരുന്നു ഇറാനിൽ പലയിടത്തായി ആണവ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് എന്ന്. ഇറാനെ ഒരു കാലത്തും ആണവ ശക്തിയായി ഉയർന്നു വരാൻ അനുവദിക്കാത്ത പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. ഡൊണാൾഡ് ട്രംപ് ഇരുന്ന കാലത്താണ് ഏറ്റവും കൂടുതൽ ഉപരോധങ്ങളിൽ ഇറാൻ വീർപ്പുമുട്ടിയത്. വീണ്ടും പ്രസിഡന്റ് പദവിയിലേക്ക് ട്രംപ് എത്തിയതോടെ ഇറാന്റെ കാലക്കേട് തുടങ്ങിയതാണ്. ആണവ നിലയങ്ങൾക്ക് നേരെ ഇനി ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ ഇപ്പോൾ ടെഹ്റാൻ അടിയന്തര യോഗം വിളിച്ചുകൂട്ടിയിരിക്കുകയാണ്. ഇതുകൂടാതെ ടെഹ്റാനിൽ ചില നീക്കങ്ങൾ, അടിയന്തരമായ ചില നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ആയത്തുള്ള അലി ഖമനേയി ചിലരെ സുരക്ഷിതരാക്കാനുള്ള മുന്നറിയിപ്പാണ് ടെഹ്റാൻ ഭരണകൂടത്തിന് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇറാന്റെ സൈനിക തലവന്മാരെയും IRGCയുടെ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ തലവന്മാരെയും ആണവ ശാസ്ത്രജ്ഞരെയും സുരക്ഷിതരാക്കി മറ്റിടങ്ങളിലേക്ക് മാറ്റണം എന്നുള്ള ആഹ്വാനമാണ് ഇറാൻ കൊടുത്തിരിക്കുന്നത്. ഖമനേയിക്ക് അപകടം മണത്തിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് തങ്ങൾക്ക് നേരെ എപ്പോൾ വേണമെങ്കിലും തിരിയാം. തങ്ങളുടെ സൈനിക തലവന്മാരെയും ആണവ ശാസ്ത്രജ്ഞരെയും ഇല്ലാതാക്കാനുള്ള ഒരു ഉത്തരവ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. അതിന് തയ്യാറായി കാത്തിരിക്കുകയാണ് പെന്റഗൺ എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. അപ്പോൾ എന്തും സംഭവിക്കാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുകയാണ്.